ത്രിയേക ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ പുതിയ പ്രഭാതത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുവന്ന ദൈവത്തിന് നന്ദി അർപ്പിക്കാം. ഇന്നത്തെ വായന ഭാഗം ആവർത്തന പുസ്തകം 28 മുതൽ 30 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ കുറിവാക്യം ഉൽപ്പത്തി പുസ്തകം 49 അധ്യായം 9 വാക്യം. യഹൂദ ഒരു ബാലസിംഹം. യാക്കോബിൻ്റെയും ലേയായുടെയും 4-മത്തെ പുത്രനും ഗോത്രപിതാവുമായിരുന്നു യഹൂദ. ഇപ്പോൾ ഞാൻ യഹോവയെ സ്തുതിക്കും എന്ന് പറഞ്ഞാണ് ലേയ തൻ്റെ മകന് യഹൂദ എന്ന പേരിട്ടത്. എന്നാൽ യഹൂദയെക്കുറിച്ച് പിതാവായ യാക്കോബ് പറയുന്നത് ഇപ്രകാരമാണ്: യഹൂദായെ, സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും, നിന്റെ കൈ ശത്രുക്കളുടെ കഴുത്തിൽ ഇരിക്കും, അപ്പൻ്റെ മക്കൾ നിന്റെ മുമ്പിൽ നമസ്കരിക്കും. യഹൂദ ഒരു ബാലസിംഹം. അങ്ങനെയെങ്കിൽ യഹൂദ പാരമ്പര്യത്തിൽ രൂബേന് ഉപരിയായ സ്ഥാനം, അല്ലെങ്കിൽ ലേയായുടെ മറ്റു മക്കൾക്കും ഉപരിയായ സ്ഥാനം യഹൂദയ്ക്ക് നൽകിയിരിക്കുന്നു. യഹൂദയെ പ്രധാനമായിട്ട് കാണുന്ന ചില സന്ദർഭങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട്, യോസെഫിനെ സഹോദരന്മാരുടെ കയ്യിൽ നിന്നും രക്ഷിക്കുവാനായിട്ട് ഇശ്മയേല്യർക്ക് വിൽക്കാം എന്ന ആശയം ഉന്നയിക്കുന്നത് യഹൂദയാണ്. അതുമാത്രമല്ല, ഈജിപ്തിൽ മന്ത്രിസ്ഥാനത്ത് എത്തിയ യോസെഫിൻ്റെ മുമ്പിൽ ബെന്യാമീനു വേണ്ടി സാഷ്ടാംഗം വീണ് അപേക്ഷിക്കുന്നതും യഹൂദ തന്നെ ആയിരുന്നു. മൂന്നാമതായിട്ട്, ലേയായുടെ 4 മക്കളിൽ പ്രഥമ സ്ഥാനം നൽകുന്നത് യഹൂദയ്ക്ക് ആയിരുന്നു. ഉൽപ്പത്തി പുസ്തകം 49 അധ്യായം 10 വാക്യത്തിൽ പറയുന്നു: അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദയിൽ നിന്നും രാജദണ്ഡ് അവൻ്റെ കാലുകളുടെ ഇടയിൽ നിന്നും നീങ്ങിപ്പോകയില്ല എന്ന്. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 38 യഹൂദയും താമാറും തമ്മിലെ ബന്ധം നമ്മൾ കാണുന്നുണ്ട്. താമാർ എന്ന കഥാപാത്രത്തെക്കുറിച്ച് നാം പഠിച്ചപ്പോൾ യഹൂദയെ നാം അവിടെ കണ്ടിരുന്നു. യഹൂദരുടെ ഗോത്രപിതാവ് യഹൂദ ആണെങ്കിലും അവർ കനാന്യരുമായി ഇടകലർന്നിരുന്നു എന്ന് വേദപുസ്തകത്തിൽ നിന്നും മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഈ യഹൂദയും താമാറും ആണ് യേശുവിൻ്റെ വംശാവലിയിൽ പേരു പറയപ്പെടുന്നതായ വ്യക്തികൾ. ഇത്തരത്തിൽ യേശു കർത്താവിൻ്റെ വംശാവലിയിൽ പോലും ഇടം പിടിക്കുവാനായിട്ട് യഹൂദയ്ക്ക് സാധിക്കുന്നുണ്ട്. യഹൂദ ഗോത്രത്തിലെ യെഫുന്നയുടെ മകൻ കാലേബും ഈ യഹൂദ ഗോത്രത്തിൻ്റെ അംഗമായിരുന്നു എന്ന് സംഖ്യാപുസ്തകം 13 അധ്യായം 6 വാക്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. എന്നാൽ യഹൂദ ഗോത്രത്തിന് ലഭിച്ച ഓഹരിയെക്കുറിച്ച് യോശുവയുടെ പുസ്തകം 15 അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വിശുദ്ധ വേദപുസ്തകത്തിൽ മറ്റു പലർക്കും യഹൂദ എന്ന പേരുള്ളതായിട്ട് കാണുവാനായിട്ടും നമുക്ക് സാധിക്കുന്നു. എന്നാൽ പുരാതന ഇസ്രായേൽ വർഗത്തിൽപ്പെട്ടവരെ യഹൂദരെന്ന് വിളിച്ചു വന്നിരുന്നു. അങ്ങനെയെങ്കിൽ യഹൂദ ഗോത്രത്തിൽ നിന്നുള്ളവരെയാണ് യഹൂദൻ, യഹൂദ സ്ത്രീ, യഹൂദർ എന്ന പേരുകളിൽ അറിയപ്പെടുന്നത്. അങ്ങനെ ഒരു പ്രബല സമൂഹമായി തീരുവാൻ യഹൂദയ്ക്കും അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾക്കും സാധിച്ചു. ലോകരക്ഷകൻ്റെ പിറവിക്ക് മാർഗദീപം തെളിക്കുവാൻ യഹൂദ ഗോത്രത്തിന് തന്നെ സാധിച്ചു എന്നത് വളരെ ശക്തമായി പറയേണ്ട ഒരു സംഗതിയാകുന്നു. പേരിൻ്റെ അർത്ഥം അന്വർത്ഥമാക്കിയ വ്യക്തിയായിരുന്നു യഹൂദ. അതായത് യഹൂദ എന്ന പേരിൻ്റെ അർത്ഥം ഇപ്പോൾ ഞാൻ യഹോവയെ സ്തുതിക്കും എന്നാണ്. എപ്പോഴും സ്തുതിക്കപ്പെടുവാനായിട്ട് ഉള്ള സ്വഭാവ ശ്രേഷ്ഠതകളുള്ള വ്യക്തി തന്നെയായിരുന്നു യഹൂദ. അദ്ദേഹം ദൈവഹിത പ്രകാരമുള്ള ജീവിതം നയിച്ചതിനാൽ ദൈവത്തിൻ്റെ സ്വന്തം ജനതയാകുവാൻ ആ ഗോത്രത്തിന് സാധിച്ചു. ദൈവം അദ്ദേഹത്തിൻ്റെ തലമുറകളെ അനുഗ്രഹിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതവും അനുഗ്രഹിക്കപ്പെടുവാൻ മാതൃകാപരമായ ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം: പ്രിയ കർത്താവേ, മാതൃകയുള്ള ഒരു ജീവിതം നയിക്കുവാനും അനുഗ്രഹിക്കപ്പെട്ടവരായി ഈ ലോകത്തിൽ ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.